ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 55, പേജ് നമ്പർ 624. മത്കർമ്മക്യന്മത്പരമോ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യഃ സ മാമേതി പാണ്ഡവ. പദാനുപദം. പാണ്ഡവ, ഹേ പാണ്ഡവ, മത്കർമ്മകൃത്, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായി, മത്പരമഃ, എന്നെ തന്നെ പരമപുരുഷാർത്ഥനായി സ്വീകരിച്ചവനായി, മദ്ഭക്തഃ, എന്നിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകി, സംഗവർജിതഃ, ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്നും മാനസികമായ ഊഹാപോഹങ്ങളിൽ നിന്നും മുക്തനായ, സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും, നിർവൈര, ശത്രുതയില്ലാതെ, യഹ, ആരുണ്ടോ, സഹ, അവൻ, മാം, എന്നെ, ഏതി, പ്രാപിക്കുന്നു. വിവർത്തനം. പ്രിയ അർജുന, എൻ്റെ ശുദ്ധ സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്കു വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃദ് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. ഭാവാർത്ഥം. ആത്മീയാന്തരീക്ഷത്തിലുള്ള കൃഷ്ണലോകമെന്ന ഗ്രഹത്തിൽ സർവോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനുമായി ഉറ്റ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കുക തന്നെ വേണം. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രകൃതിയെ കീഴടക്കണമെന്ന് ഉദ്ദേശിച്ചും ആധ്യാത്മിക ജ്ഞാനമില്ലാതെയും ഭൗതിക ലോകത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ബദ്ധരായ ജീവാത്മാക്കൾക്കു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. അവർക്ക് തങ്ങളുടെ ആത്മീയ സത്തയെയും പരമപുരുഷനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്നും സ്വധാമത്തിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് എങ്ങനെ തിരിച്ചെത്താമെന്നുമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ആത്മീയ പ്രവർത്തനത്തിൽ, ഭഗവത് സേവനത്തിൽ വിജയം നേടാനുള്ള പദ്ധതി എന്തെന്ന് വിശദീകരിക്കുന്നു ഈ പദ്യം. ഇതാണ് ഭക്തിയുത സേവനം. കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൻ്റെ സർവശക്തികളെയും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത്.
ഭക്തിരസാമൃത സിന്ധു 2:255 പറയുന്നു. അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുഞ്ജതഃ നിർബന്ധഃ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യമുച്യത്തെ. കൃഷ്ണനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആരും യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. ഈ വ്രതത്തെ കൃഷ്ണകർമ്മമെന്ന് പറയുന്നു. ഒരാൾക്ക് പലവിധം പ്രവർത്തനങ്ങളിലേർപ്പെടാം. അവയുടെ ഫലങ്ങളിൽ ആസക്തി പാടില്ല. ഫലത്തെ ഈശ്വരാർപ്പണമായി കരുതണം. ഉദാഹരണമായി, ഒരാൾ വ്യാപാരത്തിലേർപ്പെടുന്നുവെങ്കിൽ അതിനെ കൃഷ്ണാവബോധ പ്രവർത്തനമാക്കാൻ ആ വ്യാപാരത്തെയും കൃഷ്ണന് വേണ്ടി തന്നെ ചെയ്യണം. വ്യവസായത്തിൻ്റെ ഉടമാവകാശം കൃഷ്ണനാണെന്നിരിക്കെ അതിൽ നിന്നുള്ള ആദായവും കൃഷ്ണനുള്ളതാണല്ലോ. വ്യാപാരിക്ക് അനേകായിരം ഡോളർ സമ്പാദിക്കാൻ സാധിച്ചാൽ അതെല്ലാം കൃഷ്ണനായി അയാൾ സമർപ്പിക്കുകയും വേണം. അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇത് കൃഷ്ണനു വേണ്ടി ചെയ്യുന്ന കർമ്മമത്രേ. സ്വന്തം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കു വേണ്ടി ഒരു മണിമന്ദിരം പണിയിക്കുന്നതിനു പകരം അയാൾക്ക് കൃഷ്ണനു വേണ്ടി ഒരു നല്ല ക്ഷേത്രം പണിയിക്കാം. കൃഷ്ണവിഗ്രഹത്തെ അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് ആരാധനയെപ്പറ്റി ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പൂജാനുഷ്ഠാനങ്ങൾ തുടർന്ന് ചെയ്യാം. ഇതെല്ലാം കൃഷ്ണകർമ്മമാണ്. അവയുടെ ഫലത്തോട് ആസക്തി പാടില്ല. ഫലം കൃഷ്ണന് സമർപ്പിക്കുകയും കൃഷ്ണന് നിവേദിച്ചവ മാത്രം പ്രസാദമായി സ്വീകരിക്കുകയും വേണം. വളരെ വലിയ ഒരു കെട്ടിടമാണ് കൃഷ്ണനായി പണിയിച്ച ക്ഷേത്രമെങ്കിൽ ഭഗവത് വിഗ്രഹത്തെ അതിനകത്ത് പ്രതിഷ്ഠിച്ച ശേഷം അയാൾക്ക് അവിടെ താമസിച്ചുകൂടുന്നില്ല. പക്ഷേ കെട്ടിടത്തിൻ്റെ ആധിപത്യം കൃഷ്ണനാണ് എന്നോർക്കണം. അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണനു വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, അയാൾക്ക് ഒരു കൃഷ്ണക്ഷേത്രം ശുചീകരിക്കുന്നതിൽ ഏർപ്പെടാം. അതും കൃഷ്ണകർമ്മം തന്നെ. ഒരാൾക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാം. ഇന്ത്യയിൽ ഏറെ ദരിദ്രനായ ഒരാൾക്കും കുറച്ചെങ്കിലും ഭൂമി കൈവശമുണ്ടാകും. കൃഷ്ണനു വേണ്ടുന്ന അർച്ചനാ പുഷ്പങ്ങൾ അവിടെ വളർത്തിയെടുക്കാം. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ തുളസിയിലകൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ തുളസിച്ചെടി നട്ടുവളർത്തുന്നതും കൃഷ്ണനു വേണ്ടി ചെയ്യുന്ന കർമ്മം തന്നെ. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ തനിക്ക് അർപ്പിക്കേണ്ടുന്നവയെ ഭഗവാൻ സ്വയം വിവരിക്കുന്നുണ്ടല്ലോ. ഒരു ഇലയോ പൂവോ കായോ കുറച്ച് വെള്ളമോ നൽകിയാൽ മതി അദ്ദേഹം സംതൃപ്തനാവാൻ. ഇതിൽ പറയുന്ന ഇല മുഖ്യമായും തുളസിയാണ്. തുളസിച്ചെടി നട്ടുവളർത്താൻ ആർക്കും സാധിക്കും. പരമദരിദ്രനു പോലും ഇങ്ങനെ കൃഷ്ണാരാധനയിൽ ഏർപ്പെടാവുന്നതാണ്. കൃഷ്ണാർപ്പണമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണിവ. സമുത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ അദ്ദേഹത്തോടൊരുമിച്ചു വാഴുന്നതാണ് ജീവിതത്തിൻ്റെ പരിപൂർണതയെന്ന് കരുതുന്ന ഭക്തനെയത്രേ മത്പരമഃ എന്ന പദം നിർദ്ദേശിക്കുന്നത്. ഉപരിലോകങ്ങളായ ചന്ദ്രലോകം, ദേവലോകങ്ങൾ എന്നിവകളിലേക്ക് പോകണമെന്ന് അങ്ങനെയുള്ള ഒരാൾ ആഗ്രഹിക്കുകയില്ല. പ്രപഞ്ചത്തിലെ പരമോന്നത ഗ്രഹമായ ബ്രഹ്മലോകം പോലും അയാൾക്ക് ആവശ്യമില്ല. അയാൾ അതിലൊന്നും ആകൃഷ്ടനല്ല. പരവ്യോമത്തിലേക്ക് ഉയർത്തപ്പെടാൻ മാത്രം അയാൾക്ക് ആകാംക്ഷയുണ്ട്. അവിടെയും ഉജ്ജ്വലമായ ബ്രഹ്മജ്യോതിസിൽ ലയിക്കണമെന്നല്ല, ഗോലോക വൃന്ദാവനമെന്ന് പേരുള്ള അത്യുത്കൃഷ്ടമായ കൃഷ്ണലോകത്തിലെത്തിച്ചേരണമെന്നാണ് ഭക്തൻ്റെ ആഗ്രഹം. ആ ലോകത്തെക്കുറിച്ച് തികഞ്ഞ അറിവ് അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും താത്പര്യമില്ലതാനും. മദ്ഭക്തഃ എന്ന പദം സൂചിപ്പിക്കുന്നതുപോലെ ഭക്തി സാധനയിൽ വിശേഷിച്ച് ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പാദസേവനം, പ്രാർത്ഥന,
ആജ്ഞാനുവർത്തനം, സഖ്യം, സർവസ്വാർപ്പണം എന്നീ 9 പ്രക്രിയകളിൽ അയാൾ സദാ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ 9 പ്രക്രിയകളിലല്ല, അവയിൽ 8ലോ 7ലോ ഒന്നിൽ പോലുമോ എപ്പോഴും നിരതനായിരുന്നാൽ തന്നെ ഒരാൾക്ക് പരിപൂർണത നേടാമെന്നതിൽ സംശയമില്ല. സംഘവർജിത എന്ന പദം ശ്രദ്ധേയമാണ്. കൃഷ്ണനെ എതിർക്കുന്നവരോട് ഒരിക്കലും കൂട്ടുകൂടരുത്. നാസ്തികർ മാത്രമല്ല, കാമ്യകർമ്മങ്ങളിലും മാനസികാഭ്യൂഹങ്ങളിലും താത്പര്യമുള്ളവരും കൃഷ്ണന്റെ എതിരാളികളാണ്. പരിശുദ്ധമായ ഭക്തിസാധനയെപ്പറ്റി ഭക്തിരസാമൃത സിന്ധു 1:1:11 ഇങ്ങനെ പറയുന്നു: അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. കറകളഞ്ഞ ഭക്തിസാധന ഇച്ഛിക്കുന്നവൻ ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഈ പദ്യത്തിലൂടെ ശ്രീലരൂപഗോസ്വാമി ഉദ്ബോധിപ്പിക്കുന്നത്. അവർ കാമ്യകർമ്മങ്ങളിലും ഊഹാപോഹങ്ങളിലും ആസക്തരായവരുമായുള്ള സഹവാസം ഉപേക്ഷിക്കണം. അത്തരം കൂട്ടുകാരിൽ നിന്നും ഭൗതിക തൃഷ്ണകളിൽ നിന്നുളവാകുന്ന മാലിന്യത്തിൽ നിന്നും മുക്തനായ ഒരാൾക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള ജ്ഞാനം സ്വച്ഛന്തം വളർത്തിയെടുക്കാം. ഇതാണ് ശുദ്ധഭക്തി സാധന. ആനുകൂല്യസ്യ സങ്കൽപ്പഃ പ്രതികൂലസ്യ വർജനം. ഹരിഭക്തിവിലാസം 11:676. ആനുകൂല്യത്തോടു കൂടി വേണം കൃഷ്ണനെപ്പറ്റി ചിന്തിക്കുന്നതും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നതും. പ്രാതികൂല്യത്തോടു കൂടിയാവരുത്. കൃഷ്ണന്റെ ശത്രുവായിരുന്നു കംസൻ. കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽക്ക് അദ്ദേഹത്തെ വധിക്കാൻ കംസൻ പലവിധത്തിലും ശ്രമിക്കുകയുണ്ടായി. തൻ്റെ ഉപായങ്ങളൊന്നും ഫലിക്കാതെ വന്നതുകൊണ്ട് കംസന് എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് തന്നെയായി ചിന്ത. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം കംസനിൽ കൃഷ്ണാവബോധം നിലനിന്നു. പക്ഷേ അനുകൂലമായിരുന്നില്ല ആ അവബോധം. അതുകൊണ്ട് നിരന്തരമായ കൃഷ്ണസ്മരണയോടെ ജീവിച്ചിട്ടും കംസൻ അസുരനെന്ന് കരുതപ്പെട്ടു. ഒടുവിൽ കൃഷ്ണന്റെ കയ്യാൽ മരണമടയുകയും ചെയ്തു. കൃഷ്ണന്റെ കൈകൊണ്ട് മൃതിയടയുന്ന ഏതൊരാൾക്കും ഉടൻ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ അതല്ല ഭക്തന്റെ ലക്ഷ്യം. പരമഭക്തന് മോക്ഷാകാംക്ഷയില്ല. അത്യുത്കൃഷ്ടഗ്രഹമായ ഗോലോക വൃന്ദാവനത്തിലെത്താൻ പോലും അയാൾക്ക് താത്പര്യമില്ല. എവിടെയിരുന്നാലും ശരി, കൃഷ്ണനെ സേവിക്കുക മാത്രമാണ് അയാളുടെ ലക്ഷ്യം. കൃഷ്ണഭക്തൻ സർവജനങ്ങളുടെയും സുഹൃത്താണ്. അതിനാൽ അയാളെ നിർവൈരൻ എന്നു പറയുന്നു. എങ്ങനെ? ഭക്തിഭരിതമായ കൃഷ്ണസേവനത്തിന് മാത്രമേ ജീവിതത്തിലെ സകല വിഷമ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് കൃഷ്ണാവബോധസ്ഥനായ ഭക്തനറിയാം. ഇത് അയാളുടെ സ്വാനുഭവമാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധമെന്ന ഈ പദ്ധതിയെ മനുഷ്യവർഗത്തിന് നൽകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഈശ്വരാവബോധ പ്രചരണത്തിനുവേണ്ടി സ്വജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന പല ഭക്തന്മാരെക്കുറിച്ചും ചരിത്രം പ്രസ്താവിക്കുന്നുണ്ട്. മികച്ച ഒരു ഉദാഹരണമാണ് യേശുദേവൻ. അദ്ദേഹം അഭക്തന്മാരാൽ കുരിശിലേറ്റപ്പെട്ടു. ഈശ്വരാവബോധം പ്രചരിപ്പിക്കാനായി യേശു സ്വയം ബലിയാടായി തീർന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. ഇന്ത്യയിലുമുണ്ട് ഠാക്കൂർ ഹരിദാസിനെയും പ്രഹ്ലാദ മഹാരാജാവിനെയും പോലെയുള്ളവർ ദൃഷ്ടാന്തങ്ങളായിട്ട്. എന്താണവർക്ക് നേരിട്ട വിപത്തിന് കാരണം? അവർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതു തന്നെ
പ്രയാസമേറിയ കൃത്യമാണ്. തനിക്ക് കൃഷ്ണനോടുള്ള ശാശ്വത ബന്ധം മറന്നു പോകുന്നത് കൊണ്ടാണ് മനുഷ്യന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കൃഷ്ണാവബോധം തികഞ്ഞ ഭക്തനറിയാം. തൻ്റെ അയൽക്കാരനെ ഭൗതികങ്ങളായ വിഷമപ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കലാണ് ഒരാൾക്ക് മനുഷ്യവർഗത്തിനു വേണ്ടി തന്നെ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഉപകാരം. ആ നിലയിൽ ഒരു ശുദ്ധഭക്തൻ സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. സർവസ്വവും പണയം വെച്ച് തൻ്റെ സേവനത്തിൽ മുഴുകുന്ന ഈ ഭക്തനോട് കൃഷ്ണന് എത്രയേറെ കനിവുണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ. ദേഹത്യാഗത്തിനു ശേഷം അവർ തീർച്ചയായും പരമോന്നത ലോകത്തിലെത്തും. ചുരുക്കി പറയാം, ഒരു ക്ഷണികാവിഷ്കാരമായ വിശ്വരൂപവും സർവസംഹാരിയായ കാലത്തിൻ്റെ രൂപവും ചതുർഭുജനായ വിഷ്ണുവിൻ്റെ ആകൃതിയും കൃഷ്ണൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടം കൃഷ്ണനാണ്. മറിച്ച് ആദിമമായ വിശ്വരൂപത്തിൻ്റെയോ വിഷ്ണുവിൻ്റെയോ പ്രത്യക്ഷീഭാവമല്ല കൃഷ്ണൻ. അദ്ദേഹത്തിൽ നിന്നാണ് സർവരൂപങ്ങളുടെയും ഉദ്ഭവം. വിഷ്ണുരൂപങ്ങൾ അനേകമുണ്ട്. എന്നാലും ഭക്തൻ്റെ ദൃഷ്ടിയിൽ മൗലികവും ദ്വിഭുജവുമായ ശ്യാമസുന്ദരാകൃതിക്കാണ് പ്രാധാന്യം. ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ഭക്തിപ്രേമങ്ങളാൽ ആകൃഷ്ടരായവർക്ക് അദ്ദേഹത്തെ എപ്പോഴും ഹൃദയങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. മറ്റൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. കൃഷ്ണൻ അനിവാര്യനും പരമപുരുഷനുമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ 11-ാം അധ്യായത്തിൻ്റെ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.